കേരളത്തിൽ ഗ്രൂപ്പ് വഴക്കുമായി മുന്നേറാനാണ് കോൺഗ്രസിന്റെ തീരുമാനമെങ്കിൽ അത് നടക്കില്ല എന്ന് KPCC കൃത്യമായി ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. സുധാകരൻ കൃത്യമായി പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിലല്ല, കോൺഗ്രസിന് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകണം, സീറ്റുകൾ ഗണ്യമായി ലഭിക്കണം, ഏറ്റവും ചുരുങ്ങിയത് 50 അതിൽ കൂടുതലോ സീറ്റുകൾ നേടിയാൽ മാത്രമേ UDF ഭരണം പിടിച്ചിട്ട് കാര്യമുള്ളൂ. അത് സഖ്യകക്ഷികൾക്കും നന്നായി അറിയാം. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ്, ജോസഫ് ഗ്രൂപ്പും എല്ലാം ആഗ്രഹിക്കുന്നത് ഒരു ശക്തമായ വിജയമാണ്, ആധികാരികമായ വിജയം. 80 അതിൽ കൂടുതലോ സീറ്റുകൾ നേടിയാൽ മാത്രമേ കേരളത്തിലെ നിയമസഭയ്ക്ക് ഉറപ്പും ബലവും ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള നിർണായക നീക്കമാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. VD സതീശൻ, രമേശ് ചെന്നിത്തല പോര് സൈബർ ലോകം ക്രിയേറ്റ് ചെയ്യുന്നതാണെന്നും ഇത് അന്തംഗമ്മികളുടെ സ്ഥിരം ഹോബിയാണെന്നും കൃത്യമായി സുധാകരൻ പറയുന്നു. കാരണം അവർക്ക് പറയാൻ വേറെ ഒന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അധികാര തുടർച്ച ലഭിക്കില്ല എന്നുള്ളത് ഭരണവിരുദ്ധതയുടെ ഏറ്റവും വലിയ ദുരിതവും പേറി നടക്കുന്ന അവർക്ക് അറിയാം. അപ്പോൾ പിന്നെ കോൺഗ്രസിനെ അള്ളുവെക്കാൻ എന്താണ് വഴി? അതിനുവേണ്ടി ഏതൊക്കെ രീതിയിൽ നാറിയ കളികൾ കളിക്കാം, അതെല്ലാം അവർ ചെയ്തുകൊണ്ടേയിരിക്കും. നല്ലവരായവർ അതിൽ വീഴരുത് എന്ന അഭ്യർത്ഥന കൂടി സോഷ്യൽ മീഡിയയിലൂടെ സുധാകരൻ പങ്കുവച്ചിരിക്കുകയാണ്. VD സതീശനായിരുന്നാലും രമേശ് ചെന്നിത്തലയായിരുന്നാലും കോൺഗ്രസിനകത്തെ തലപ്പൊക്കമുള്ള നേതാക്കൾ തന്നെയാണ്. അവർ ഒരുമിച്ച് നിന്ന് UDFനെ മിന്നുന്ന വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ മാത്രമേ കേരളത്തിൽ ജനകീയ അടിത്തറ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. പാർലമെൻറ്റിൽ 111 സീറ്റുകളിലാണ് ഒന്നാം സ്ഥാനത്ത് UDF എത്തിയത്. എന്നാൽ നിയമസഭയിലെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെയും പാറ്റേൺ വളരെ വ്യത്യാസമാണ്. ആ പാറ്റേൺ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ടതായുണ്ട്. UDFൽ സീറ്റുകളൊന്നും തന്നെ മത്സരിച്ചിട്ടും നേടാൻ കഴിയാത്ത ഘടകകക്ഷികൾ നിരാശപ്പെടേണ്ട കാര്യമില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. VM സുധീരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മത്സര രംഗത്തേക്ക് വരുമോ എന്ന കാര്യത്തിന് അന്തിമ പട്ടിക തയ്യാറാക്കുന്നത് AICC ആയിരിക്കുമെന്നും താനടക്കമുള്ള നേതാക്കൾക്ക് അതിനകത്ത് ഒരു രീതിയിലും ഇൻ്റർഫിയർ ചെയ്യാൻ കഴിയില്ല എന്നും KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ശശി തരൂർ ഉൾപ്പെടെയുള്ളവരുടെ പേര് പരിഗണനയിലാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അത്രയേറെ പ്രസക്തമാണ്. ഒരു സംസ്ഥാനത്ത് ഭരണം കിട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. കർണാടകയിൽ കോൺഗ്രസ്സിന് മനോഹരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. അവിടെ സിദ്ധരാമയ്യ, DK ശിവകുമാർ പ്രശ്നം ഊതി വീർപ്പിക്കാനൊക്കെ BJP വലിയ കളികൾ കളിക്കുന്നെങ്കിലും കോൺഗ്രസിനകത്ത് ആത്മസംയമനം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇരുവരും മുന്നോട്ട് പോകുന്നത്. കേരളത്തിലും അത് മാതൃകയായി ഏറ്റെടുക്കണമെന്ന ആഗ്രഹമാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. സുധാകരൻ അത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്.